അച്ഛനാണ് ആ പണം എടുത്തതെന്ന് എനിക്കറിയില്ലായിരുന്നു അമ്മ. നിനക്കെല്ലാം അറിയായിരുന്നു. ഞാനൊരു പൊട്ടത്തിയ, വിദ്യാഭ്യാസമില്ല, വലിയ ബുദ്ധിയോ വിവേകോ ഒന്നുമില്ല. പക്ഷെ എനിക്ക് സ്നേഹിക്കാൻ അറിയാം. കള്ളമില്ലാതെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ അറിയാം. ഒന്നും പ്രതീക്ഷിക്കാതെ, ഒന്നും കണക്ക് കൂട്ടാതെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം ഞാൻ ആളുകളെ സ്നേഹിക്കുന്നത്. എന്നെ നീ ചതിച്ചില്ലേടേ. നീ നോക്കിക്കോ, എന്റെ മരണം വരെ നിന്നോട് ഞാൻ ക്ഷമിക്കില്ല. നീ കാണിച്ച ഈ ചതി ഞാൻ ഒരിക്കലും മറക്കില്ല. അവള് ജോലി എന്ന് പറഞ്ഞ് രാവിലെ ഇവിടെ നിറങ്ങും. എന്നിട്ട് കണ്ടിടത്തെല്ലാം നിറങ്ങി വൈകുന്നേരം ആവുമ്പോ തിരിച്ചു വരും. നീ വലിയൊരു പഠിപ്പുകാരിയാണെന്ന് വിശ്വസിച്ചത് കൊണ്ടല്ലേടി എന്റെ ബാലേട്ട് നിനക്ക് ആ സ്കൂളിൽ ജോലി വാങ്ങി തന്നത്. നീ കാണിച്ച ഈ ചതി അന്നേ പുറത്തറിഞ്ഞിരുന്നെങ്കിൽ എന്റെ ബാലേട്ടന്റെ അവസ്ഥ എന്താവുമായിരുന്നു? നിന്നെയും നിന്റെ തന്തയും പോലെ നാട്ടുകാരെ പറ്റിച്ചിട്ടല്ലടി ആ മനുഷ്യൻ ജീവിക്കുന്നത്. നിന്നെ ആ ഹോട്ടലിൽ വെച്ച് ബാലേട്ടന്റെ പരിചയമുള്ള ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ എന്തായനെ? മരുമോളെ ഹോട്ടൽ ജോലിക്ക് വിട്ട് ബാലൻ സമ്പാദിക്കുന്നു. ആ പേരുദോഷം കൂടി ആ മനുഷ്യൻ കേൾക്കേണ്ടി വന്നേനെ. നിനക്ക് നിന്റെ കുടുംബത്തിന് പൊളുപ്പ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. പറയടി, നീ വേറെ എന്തെല്ലാം കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്? ഈ പെരിങ്കൾ ഇവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്? ഗോമതി സ്റ്റോറിലേക്ക് ആഹാരം കൊണ്ടുപോന്നു, ഭർത്താവിന് ആഹാരം കൊണ്ടുപോന്നു. ഇവള് നല്ലൊരു ഭാര്യയാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി ഞാൻ. ഈ നശിച്ചവൾ എന്നെ അങ്ങനെ വിശ്വസിപ്പിച്ചു. ദൈവമംഗലത്തുകാരന്റെ മനസ്സിൽ ഇടം പിടിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നിന്റെ തന്തയും തള്ളയായിരിക്കും നിനക്ക് പറഞ്ഞു തന്നത് അല്ലേടി? അതോ നിന്റെ സ്വന്തം ബുദ്ധിയിൽ വിരിഞ്ഞ ആശയമായിരുന്നോ ഇത്? ഒരു കാര്യം ഓർത്തോ നീ നിന്റെ കുടുംബം ഒരു കാലത്തും ഗുണം പിടിക്കില്ല. എന്റെ ശാപം ഇത്, മനസ്സ് നീറിയ ഒരമ്മയുടെ ശാപം. അങ്ങനെ പറയല്ല അമ്മ. അങ്ങനെ തന്നെ പറയും. എന്റെ ശാപം ഫലിക്കും, നീ കണ്ടോ? നാളെ നേരെ ഒന്ന് വെളുക്കട്ടെ.